أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد വെസ്റ്റ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വിമൻസ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിൽ ജോർദാനിന്റെ ഷബാബ് അൽ ഓർഡൻ ക്ലബ്ബും അറബ് ഓർത്തഡോക്സ് ക്ലബ്ബും തമ്മിലുള്ള മത്സരത്തിലുള്ള ഒരു ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി. മത്സരത്തിനിടെ എതിരാളികളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു താരത്തിന്റെ ഹിജാബ് അഴിഞ്ഞുപോയി. ഇത് കണ്ട എതിർ ടീം അംഗങ്ങൾ ഞൊടിയിടയിൽ സഹായത്തിനായി കടന്നു വന്നു. അവർ പരസ്പരം മറഞ്ഞു നിന്നുകൊണ്ട് ആ മുസ്ലിം സ്ത്രീക്ക് ഹിജാബ് ധരിക്കാൻ സൗകര്യം ഒരുക്കി. മനുഷ്യ സൗഹാർദ്ദത്തിന്റെ സുന്ദരമായ കാഴ്ചയായിരുന്നു അത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയം. ഒന്ന്, ഓരോ മതവിശ്വാസികൾക്ക് അവരുടെ മത ആചാരങ്ങൾ പിൻപറ്റി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകുമ്പോൾ അവിടെ സ്നേഹവും സന്തോഷവും ഐക്യവും സൗഹാർദ്ദവും ഉദയം ചെയ്യും. അതുപോലെ പരസ്പരമുള്ള വിദ്വേഷങ്ങളും പകയും അസ്തമിക്കുകയും ചെയ്യും. മറ്റൊരു വിഷയം, അന്യരുടെ മുമ്പിൽ ഫുട്ബോൾ പോലെയുള്ള കായിക രംഗങ്ങളിൽ മുസ്ലിം സഹോദരിമാർ പങ്കെടുക്കുന്നത് അത് തെറ്റായ രീതിയാണ്. എങ്കിലും മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്തുകൾ മറച്ചുകൊണ്ടും മറ്റ് അന്യരിൽ നിന്ന് മറഞ്ഞുകൊണ്ടും കായിക രംഗത്ത് പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ കായിക അഭ്യാസം അവർക്ക് നടത്താവുന്നതാണ്. ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയും ഓട്ടമത്സരം നടത്തിയ സംഭവം ഹദീസിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു മത്സരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വിജയിക്കുകയും ചെയ്തു. ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നബിയോടും സഹാബത്തിനോടും കൂടെ സഹാബി വനിതകളും പുറപ്പെട്ട ചരിത്രം നമുക്ക് പഠിക്കാവുന്നതാണ്. ഒരു പെരുന്നാൾ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയും മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടികളുടെ കളി ആസ്വദിച്ച രംഗങ്ങൾ ഹദീസുകളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇസ്ലാം സന്യാസമല്ല, ഇസ്ലാമിൽ സന്യാസമില്ല. കളിയും ചിരിയും അത് ഇസ്ലാമികമായി തീരുമ്പോൾ, അത് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക് ഉള്ളിൽ ആകുമ്പോൾ അത് സുഹൃതമായി തീരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ധർമ്മസമരത്തിൽ സ്ത്രീകളും പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. അവർ രോഗികളെ ശുശ്രൂഷിക്കുകയും പരിക്കേറ്റവരെ ചികിത്സിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ ധർമ്മസമരത്തിൽ ഒരു ഭാഗത്ത് ആക്കിയപ്പോൾ അവിടേക്ക് ഒരു ശത്രു കടന്നു വന്നു സ്ത്രീകളെ ആക്രമിക്കാൻ വേണ്ടി. ആ സമയത്ത് മഹദി സഫിയ റളിയല്ലാഹു തആല അൻഹ സിംഹത്തെ പോലെ ആ ശത്രുവിന്റെ മേൽ എടുത്തു ചാടുകയും ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഇസ്ലാമിക ഹിസ്റ്ററിയിൽ തങ്ങളെ ആക്രമിക്കാൻ വന്ന ശത്രുവിനെ കീഴടക്കിയ, ആ ശത്രുവിനെ വകവരുത്തിയ ആദ്യത്തെ സഹാബി വനിത അത് സഫിയ റളിയല്ലാഹു തആല അൻഹയാണ്. സ്ത്രീകളും അവർ കായിക അഭ്യാസങ്ങൾ നടത്തുകയും അതുപോലെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള സുന്ദരമായ സന്ദേശം കൂടി ഇതിലുണ്ട്. എന്നാൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള കായിക അഭ്യാസങ്ങൾ നടത്തുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുറച്ച് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഫയുഷ്തറതു ലിരിയാദത്തിൽ മർഅതി അല്ലാ തുഅദ്ദി ഇലാ കശ്ഫി ഔറതിഹാ അമാമ മൻ ലാ യഹില്ലു ലഹു. അന്യരുടെ മുമ്പിൽ അവരുടെ ഔറത്ത് പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. അത് അർഹമായ സ്വാതന്ത്ര്യം നൽകുന്നു, ചില പരിമിതികൾ നിശ്ചയിക്കുന്നു. അത് അവളുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മുടെ സഹോദരിമാരെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സാമൂഹ്യ ദ്രോഹികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവരെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.